നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് പ്രസൻറ്റേഷനിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലായിട്ട് നിർമ്മലാ സീതാരാമൻ അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയൊരു ഇൻകം ടാക്സ് ബില്ല്, ന്യൂ ഇൻകം ടാക്സ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫെബ്രുവരി 13 നാളെ വ്യാഴാഴ്ച ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓൾറെഡി ബില്ല് പാസ്സായിട്ടുണ്ട്. പക്ഷേ അത് എന്തൊക്കെയാണ് അതിനുള്ള മേജർ ചേഞ്ചസ് എന്നുള്ളത് നാളെ കറക്റ്റായിട്ട് ലോക്സഭയിൽ ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നതായിരിക്കും. സോ പ്രധാനമായിട്ടും 1961 ആണ് ഇൻകം ടാക്സ് ആക്ട്. 1961 ഇപ്പോൾ കറൻ്റ്ലി പ്രാബല്യത്തിലുള്ളത്. അത് മാറി പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025, അതല്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ബിൽ എന്നുള്ള രീതിയിലായിരിക്കും, ന്യൂ ഇൻകം ടാക്സ് ബിൽ എന്നുള്ള രീതിയിലായിരിക്കും അത് അറിയപ്പെടുക. ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന രീതി തന്നെയായിരിക്കും പുതിയൊരു പേര് വരിക. അത് എഫക്റ്റ് ആവുന്നത് April 1, 2026 തൊട്ടായിരിക്കും എഫക്റ്റീവ് ആവുക. ന്യൂ ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന് പറയുന്നത് April 1, 2026 തൊട്ടായിരിക്കും അത് എഫക്റ്റീവിലായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏകദേശം 622ഓളം പേജസ് ഉണ്ട്. 23 ചാപ്റ്റേഴ്സ്. പഴയതിലും 23 ചാപ്റ്റർ തന്നെയാണ്, പുതിയതിലും 23 ചാപ്റ്റർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ നമ്മുടെ ഇതുവരെയുള്ള ആക്റ്റിൽ 14 ഷെഡ്യൂളായിരുന്നു, അത് 16 ഷെഡ്യൂളായിട്ട് മാറ്റിയിട്ടുണ്ട്. 14 എന്നുള്ളത് 16 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 298 സെക്ഷൻസാണ് ഉണ്ടായിരുന്നത്. അപ്പം അത് ക്ലോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിപ്പം 536 ക്ലോസസ് ആയിട്ട് പുതിയ ആക്റ്റിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്, നമുക്ക് പുതിയ ബില്ലിൽ അത് നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാന ഇപ്പം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ഏകദേശം 6 ദശവർഷത്തിൻ്റെ ഒരു ഡിഫറൻസാണ്. 1961 നിന്നും ഇപ്പം 2025 വന്ന് നിൽക്കുമ്പോഴാണ് ഈ ഒരു പുതിയ ബില്ല്. ഇത്രയും വർഷം, ഏകദേശം 60ഓളം വർഷം കഴിഞ്ഞാണ് പുതിയൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരുപാട് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കാലകാലമായിട്ട്. പക്ഷേ അതൊരു ആക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നില്ല. ഈ പറയുന്ന പുതിയ ബില്ലിലോടുകൂടി ആക്റ്റായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, പലർക്കും നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഫൈനാൻഷ്യൽ ഇയർ, അസസ്മെൻറ്റ് ഇയർ, ഈ പറഞ്ഞ AY/FY എന്ന് പറയുമ്പോഴേക്കും പലപ്പോഴും നമ്മൾ സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറ്. എന്താണ് ഫൈനാൻഷ്യൽ ഇയർ, എന്താണ് അസസ്മെൻറ്റ് ഇയർ എന്ന് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. FY, AY, ചിലപ്പം ഈ പറയുന്ന പോലെ പലരും ഡോക്യുമെൻറ്റ്സ് വയ്ക്കുമ്പോഴേക്കും ഓരോ വർഷം, ഓരോ സാമ്പത്തിക വർഷമായിരിക്കും പറയുന്നത്. അപ്പോൾ ഓരോ വർഷം പറയുന്ന സമയത്ത് AY അസസ്മെൻറ്റ് ഇയർ ആണ് സാറേ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാറുണ്ട്. എന്താണ് അസസ്മെൻറ്റ് ഇയർ, എന്താണ് സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന ഒരു എപ്പോഴും ഡിഫറൻസിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കുന്ന രീതിയിൽ തന്നെയാണ് പുതിയ ആക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി തൊട്ട് അസസ്മെൻറ്റ് ഇയർ, ഫൈനാൻഷ്യൽ ഇയർ എന്നുണ്ടാവില്ല, ടാക്സ് ഇയർ എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ടാക്സ് ഇയർ എന്ന് വെച്ചാൽ ഏത് വർഷത്തെ വരുമാന സ്രോതസ്സ് കാണിച്ചുകൊണ്ടാണോ നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്, ആ വർഷത്തെ നമ്മൾ ടാക്സ് ഇയർ എന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് പറയും, അല്ലെങ്കിൽ ടാക്സ് ഇയർ എന്നായിരിക്കും ഇനി തൊട്ട് അറിയപ്പെടുക. അപ്പം ഫൈനാൻഷ്യൽ ഇയർ, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്ന 2 ടേംസ് ഇനി തൊട്ടുണ്ടാവില്ല. ഇനി തൊട്ടുണ്ടാവുക ടാക്സ് ഇയർ എന്നുള്ള ഒരൊറ്റ സിംഗിൾ ടേം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പലർക്കും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഏറ്റവും ഉചിതമായിട്ടൊരു ടേമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ അതുപോലെ തന്നെ ഓൾറെഡി ബഡ്ജറ്റിൽ ന്യൂ റെജീമിന് വേണ്ടിയിട്ടുള്ള പുതിയ ഇൻകം ടാക്സ് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് മുൻ വീഡിയോസിൽ കണ്ടിരുന്നാൽ നമുക്ക് അറിയാൻ കഴിയും. 0 മുതൽ 4 ലക്ഷം രൂപ വരെ ടോട്ടലി ടാക്സ് എക്സംപ്റ്റഡ് അല്ലെങ്കിൽ ടാക്സ് ബ്രാക്കറ്റിലേ ഇല്ലാത്തൊരു ഇൻകമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 0 മുതൽ 4 ലക്ഷം രൂപ വരെ, 4 ലക്ഷത്തിന് 1 രൂപ തൊട്ട് 8 ലക്ഷം രൂപ വരെ ഒരു ബ്രാക്കറ്റ്, അതുപോലെ 8 ലക്ഷത്തി 1 രൂപ തൊട്ട് 12 ലക്ഷം രൂപ വരെ ഒരു ബ്രാക്കറ്റ്, 12 ലക്ഷത്തി 1 രൂപ തൊട്ട് 16 ലക്ഷം രൂപ വരെ ഒരു ബ്രാക്കറ്റ്, 16 ലക്ഷത്തി 1 രൂപ വരെ 20 ലക്ഷത്തിൻ്റെ ഒരു ബ്രാക്കറ്റ്, അടുത്ത 20 ലക്ഷത്തി 1 രൂപ തൊട്ട് 24 ലക്ഷം രൂപ വരെ ഒരു ബ്രാക്കറ്റ്, അത് കഴിഞ്ഞിട്ട് 24 ലക്ഷത്തിന് മേളിൽ വരുമ്പോൾ വേറൊരു ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് പുതിയ ന്യൂ ഇൻകം ടാക്സ് സ്ലാബ് റെജീം വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഓൾറെഡി അറിയാം 5%, 0, 5, 10, 15, 20, 25, 30 ഇങ്ങനെയാണ് ഇൻകം ടാക്സിൻ്റെ റേറ്റ്സുകളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓൾഡ് റെജീമിൽ സ്റ്റാൻഡേർഡ് ഡയറക്ഷൻസ് 50,000 തന്നെയാണ്. അതെല്ലാം ഓൾറെഡി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് പുറമെ നമുക്ക് എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ടാക്സുകൾ അടയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഫുള്ളും എക്സംപ്റ്റഡ് ആയിട്ട് ഡിഡക്ഷൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും ഓൾഡ് റെജീമിൽ. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന പുതിയ ഇൻകം ടാക്സ് ആക്ട് ഇൻട്രൊഡക്ഷനിലൂടെ കൂടി വർഷങ്ങളായിട്ടുള്ള പല വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. ഇന്നോവേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതിൽ തന്നെ ഇപ്പം ഏറ്റവും ഇന്നോവേറ്റീവുള്ളൊരു സംഭവമാണ് ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്. ഒത്തിരി ഡിജിറ്റൽ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നെ ഇൻകം ടാക്സ് പരിധിയിൽ പല രീതിയിലും അമെൻമെൻറ്റ് ചെയ്ത് വന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നില്ല. അപ്പം അതിപ്പം ഈ ക്രിപ്റ്റോ കറൻസിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഈ റെക്കോർഡ് കീപ്പിംഗ്, ബുക്ക് കീപ്പിങ്സ്, ഇപ്പോൾ കമ്പനീസിനൊക്കെ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും 7 വർഷം 8 വർഷം വരെ അവരുടെ ബുക്സ് അല്ലെങ്കിൽ വരവ് ചെലവ് കണക്കുകളെല്ലാം തന്നെ കൃത്യമായിട്ട് സൂക്ഷിക്കണമെന്നുള്ള റൂളുണ്ട്. അതും ബൈ ഹാർഡ് കോപ്പി.
അപ്പം ഇത് പലപ്പോഴും ബിസിനസ്സുകാർക്ക് ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പം അതിലൂടെ ഇപ്പം ഈ റെക്കോർഡ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയിലോട്ടുള്ളതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് പറയുന്നതിനൊക്കെല്ലാം തന്നെയും ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള പുതിയ അപ്ഗ്രഡേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഡിജിറ്റൽ എറ എക്സ്പാൻഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിലൂടെ ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ റെക്കോർഡ് കീപ്പിംഗ്, പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിലൂടെ ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങളെല്ലാം തന്നെയും അതിൽ പ്രധാനമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഉള്ളത് പെൻഷൻ കമ്മ്യൂട്ടേഷനാണ്. പെൻഷൻ കമ്മ്യൂട്ടേഷൻ ഫുള്ളായിട്ട് ഡിഡക്റ്റബിൾ ആണ്. ടോട്ടലി നമുക്ക് ആ വരുമാനം ടാക്സ് ലാബിൽ നിന്നും മാറ്റാം, അല്ലെങ്കിൽ ടാക്സബിൾ കമ്പ്യൂട്ടേഷനിൽ നിന്നുള്ള ഇൻകത്തിൽ നിന്നും പെൻഷൻ കമ്മ്യൂട്ടേഷൻ ടോട്ടലി ഡിഡക്റ്റബിൾ ആണെന്നുള്ളത് ഇപ്പോൾ പറയുന്ന പോലെ ഒരു പ്രധാനമായിട്ട് അതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വോളണ്ടിയർ റിട്ടയർമെൻറ്റ് എടുക്കുന്നവർക്കും മിനിമം 5 lakhs 5 ലക്ഷം രൂപ തൊട്ട് അങ്ങോട്ടും അതും ഡിഡക്റ്റബിൾ ഇൻകമായിട്ട് കാണിക്കാമെന്നുള്ള രീതിയിലുള്ളതും ചെറിയൊരു അപ്ഡേറ്റ് കാണുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ടുള്ളത് മേജർ അപ്ഡേറ്റ്സ് എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് നാളത്തോടു കൂടി ഒരു ഡിക്ലറേഷൻ നമുക്ക് പലരും അറിയാൻ കഴിയും. ഇപ്പോൾ ഉള്ളതിൽ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ആണ് ഇത് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് ഉള്ളൊരു പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടാക്സ് ഇയർ എന്ന് പറഞ്ഞ പേരാണ്. ഫൈനാൻഷ്യൽ ഇയർ, അസസ്മെൻറ്റ് ഇയർ എന്നുള്ള ടേം മാറ്റിയിട്ട് ടാക്സ് ഇയർ എന്നുള്ള ടേം കൊണ്ടുവന്നത് വളരെ സ്വാഗതാർത്ഥമാണ്. പലർക്കും കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. പിന്നെ ഉള്ളത് ബിസിനസ്സുകാർക്കാണ്. ബിസിനസ്സുകാർക്ക് എന്നാണോ അവരുടെ റവന്യൂ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പീരീഡ് തൊട്ട് ആ സാമ്പത്തിക വർഷത്തെ മാർച്ച് വരെ, അങ്ങനെയായിരിക്കും ഇനി തൊട്ടുള്ള സാമ്പത്തിക വർഷം അവർക്ക് കണക്കാക്കുക. ഏപ്രിൽ ടു മാർച്ചാണ് ഒരു സാമ്പത്തിക വർഷം. ഒരു വർഷത്തെ ഏപ്രിലും അടുത്ത വർഷത്തെ മാർച്ചും, ഇങ്ങനെയാണ് സാമ്പത്തിക വർഷം പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ബിസിനസ്സുകാർക്ക് എന്ന് തൊട്ടാണോ റവന്യൂ ജനറേഷൻ സ്റ്റാർട്ട് ആവുന്നത്, അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻ ടോട്ടലി സ്റ്റാർട്ട് ആവുന്ന ആ മന്ത് തൊട്ടായിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് 2024 ഫെബ്രുവരിയിലായിരിക്കും അവർ ഓപ്പറേഷൻസ് എല്ലാം സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ വരുന്നത്. പക്ഷേ അവരുടെ ടോട്ടൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പം സെപ്റ്റംബർ 2025 അപ്പം അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 2025 അവരുടെ സാമ്പത്തിക വർഷം. അവിടെ നിന്നായിരിക്കും അവരുടെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻസും നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ നിർമ്മല സീതാരാമൻജി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രസ്റ്റ് ഫസ്റ്റ് സ്ക്രൂട്ടനൈസ് ലേറ്റർ എന്നുള്ള ഒരു ടേം അവർ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. വെറുതെ നോട്ടീസും കാര്യങ്ങളും അയക്കുന്നതിന് മുമ്പ് ആദ്യം ഫയലിംഗ് എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുക, ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതിൽ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു ടേം തന്നെ അവർ പറയുന്നുണ്ട്. ട്രസ്റ്റ് ഫസ്റ്റ് സ്ക്രൂട്ടനൈസ് ലേറ്റർ എന്ന് പറയുന്ന ഒരു ടേം അതിനകത്ത് എടുത്ത് പരാമർശിക്കുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് പുതിയ ഇൻകം ടാക്സ് ബില്ലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ട് അതിനകത്ത് കാര്യമായിട്ട് ഓൾറെഡി ബഡ്ജറ്റിൽ എല്ലാ ചേഞ്ചസുകളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ പുതിയൊരു ആക്ട് ഇംപ്ലിമെൻറ്റേഷനിലൂടെ ഏകദേശം 60 വർഷത്തിൻ്റെ ഒരു ആക്ട് പുതിയതായിട്ട് ഫുള്ളി അതിനെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പം അത് എഫക്റ്റീവ് ആവുന്നത് ഏപ്രിൽ 1, 2026 തൊട്ടാണ് എഫക്റ്റ് ആവുക. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. 2026 ഏപ്രിൽ തൊട്ടേ അത് എഫക്റ്റ് ആവത്തുള്ളൂ. ഈ സാമ്പത്തിക വർഷത്തിലല്ല, അടുത്ത സാമ്പത്തിക വർഷത്തിലായിരിക്കും അതിൻ്റെ എഫക്റ്റ് ടോട്ടലി വരിക. സോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.